മച്ചന്മാരെ അധികം ദൂരത്തേക്കൊന്നും ഇവിടെ എറിയേണ്ട കാര്യമില്ല, തൊട്ടടുത്ത് തന്നെ ഇട്ടാൽ മതി. വലിയ മീനുകളൊക്കെ ഇവിടെ മടകളിലാണ് ഉണ്ടാവുക. ദൂരത്തേക്ക് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വന്ന് അടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇവിടെ തൊട്ടടുത്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്മാർ ചാളപ്പീസ് വെള്ളത്തിൽ വീണെന്ന് മനസ്സിലാക്കിയിട്ട് മഴയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അശ്വിൻ ബെയ്റ്റ് എറിഞ്ഞിട്ട് വെയിറ്റിങ്ങിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു തീപാർ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം. തൊട്ടപ്പുറത്ത് നമ്മുടെ കുഞ്ഞപ്പൻ ചേട്ടനും ചാളപ്പീസ് തന്നെയാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് 2 ചാളപ്പീസും വീണിരിക്കുന്നത്. ആരുടെ ചൂണ്ടയിലാണ് അടി പൊട്ടുകയെന്ന് മാത്രം നോക്കിയാൽ മതി. ചെമ്പല്ലിയൊക്കെയാണെങ്കിൽ വന്നിട്ട് ഒറ്റ എടുക്കലായിരിക്കും, അടിച്ചു കുത്തി ഒരൊറ്റ ഓട്ടം ഓടും മടയിലേക്ക്. അതുപോലെ തന്നെ ഏരിയയ്ക്കാണെങ്കിൽ നമുക്കൊരു സിഗ്നൽ വരും, അമാരൊന്ന് തട്ടിയിട്ടാണ് എടുക്കുക. അങ്ങനെ തട്ടിയിട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ മുട്ടണ ഏരിയയാണ് തട്ടുന്നതെന്ന്. പിന്നെ ഒന്നും നോക്കരുത്, തീവാർ ഒരു ഹുക്കപ്പ് കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കണം. മീനടിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ നല്ലൊരു ഹുക്കപ്പ് കൊടുത്തവനെ ലോക്കാക്കണം. വലിയ ഏരിയയൊക്കെ ആണെങ്കിൽ ശരിക്കും ഹുക്ക് അവൻ്റെ വായി കയറി കിട്ടും. ചെറിയ ഏരിയ അടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഹുക്കപ്പായി കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഹുക്കപ്പ് എപ്പോഴും നല്ല പവർഫുള്ളായിട്ട് തന്നെ കൊടുക്കണം. മച്ചന്മാരെ കടലിലും കായലിലൊക്കെയുള്ള ഒരു അടിപൊളി മീൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. മോത, കല്ലൂമൻ, കല്ലേട്ട എന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണിത്. ഒറ്റ നോട്ടത്തിൽ ഹമൂറാണെന്ന് തോന്നും. മച്ചന്മാരെ ചെമ്മീൻ ഇറക്കിയിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ചത്ത ചെമ്മീനിലും ജീവനുള്ള ചെമ്മീനിലും ഒരുപോലെ തന്നെ ഇവിടെ മീനുകൾ അടിച്ച് കയറും. ഇപ്പോൾ നമ്മൾ തെള്ളിച്ചെമ്മീനാണ് വേട്ടയ്ക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സ്മെല്ലാണ് ഈ തെള്ളിച്ചെമ്മീന്. വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ ആ ചെമ്മീൻ്റെ സ്മെല്ല് വെള്ളത്തിൽ മുഴുവൻ സ്പ്രെഡാവും. ചെമ്മീൻ്റെ ശരീരത്തിൽ ഒരു സ്മെല്ലുള്ള ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിൻ്റെ സ്മെല്ലാണ് ഇങ്ങനെ സ്പ്രെഡാവുന്നത്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീനും വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ നാടൻ മീനുകളൊക്കെ ഈ മണ്ണിരയിൽ കിട്ടും പോലെ തന്നെ നമുക്ക് ചെമ്മീനിൽ ചറപറ മീനുകൾ കടലിൽ നിന്ന് അടിച്ചു കയറ്റാനായിട്ട് പറ്റും. കടലിൽ യൂസ് ചെയ്യാനായിട്ട് ചെമ്മീനും ചാള പോലുള്ള ബെയ്റ്റാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ചെമ്മീൻ തന്നെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ചെമ്മീനിലൊരു കലക്കനടി ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഏരി, ചെമ്പല്ലി, ഹമൂർ പോലുള്ള മീനുകളാണ് കൂടുതലും നമ്മുടെ ബെയ്റ്റിനെ ഈ സമയത്ത് അപ്രോച്ച് ചെയ്യുക. മച്ചന്മാരെ അങ്ങനെ നമ്മുടെ രമേശേൻ്റെ ചൂടില്ല അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഒരു തകർപ്പൻ ചെപ്പേരിയാണ് നമ്മുടെ രമേശേനെ അടിച്ച് കയറ്റിയിരിക്കുന്നത്. ഹുക്കപ്പ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ഹുക്കപ്പാണ് കൊടുത്തത്. രക്ഷയില്ല, അവൻ നമുക്ക് കിട്ടിയില്ല. അവൻ നമ്മുടെ ഇന്ന് അവസാന നിമിഷം രക്ഷപ്പെട്ടിരിക്കുകയാണ് ഹുക്കിൽ നിന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അടുത്ത മീൻ ഉടനെ പൊക്ക ഇവിടുന്ന്. മച്ചന്മാരെ കൊമ്പൻ മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു പൊഴിമുഖത്താണ് നമ്മൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റകളൊക്കെ കിളകുത്തി ഏറ്റ സമയത്ത് ഇതുവഴിയാണ് കായലിലേക്കും അതുവഴി ആറ്റിലേക്കൊക്കെ പോകുന്നത്. അവരങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ ബെയ്റ്റന്മാരെ ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് താമസം ഉണ്ടാവില്ല അടി പൊട്ടാനായിട്ട്. ഉറപ്പായിട്ട് അവർ കയറി എടുക്കും. വറ്റയൊക്കെ കൂട്ടായിട്ട് വരുന്ന സമയത്ത് ഒന്നിനുറകെ ഒന്നായിട്ട് വറ്റകൾ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിലുള്ള ഓരോ സെക്കൻഡും നമ്മൾ ശരിക്കും അലർട്ടായിട്ട് നിൽക്കണം. അതുമാത്രമല്ല, ഇവിടെ നിറയെ കല്ലുകളാണ് വെള്ളത്തിൻ്റെ അടിയിൽ. ഈ കല്ലുകളുടെ ഇടയിൽ ഇഷ്ടംപോലെ മടകളും ഉണ്ട്. ഏരി, ചെമ്പല്ലി, ഹമൂർ പോലുള്ള മീനുകൾ ഇരയ്ക്ക് വേണ്ടി അത്തരം മടകളാണ് പതുങ്ങിയിരിക്കുക. അവന്മാരൊക്കെയാണ് നമ്മുടെ ചൂണ്ടയിൽ കയറി അടിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ചൂണ്ട അടിച്ച് താത്തി അവന്മാർ മടയിലേക്ക് പാഞ്ഞു കയറാനുള്ള ശ്രമം നടത്തും. മച്ചന്മാരെ അങ്ങനെ നമുക്ക് ഒരു തകർപ്പം മീൻ അടിച്ച് കയറിയിരിക്കുകയാണ്. ഇത് കടൽ കരിമീനാണ്. റയറായിട്ട് മാത്രമേ ഇവനെ അങ്ങനെ ചൂണ്ടയിൽ കുടുങ്ങി കിട്ടാറുള്ളൂ. നമ്മുടെ ചൂണ്ടക്കാർക്ക് നച്ചുറലുടെ കൂടെ കയറി വരുന്ന മീനാണ് ഇവനും.